ഹായ്, എല്ലാവർക്കും നമസ്തേ. ഞാൻ സിന്ധു സതീശ്. നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി മാധ്യമങ്ങൾക്ക് മുന്നിൽ മറുപടി പറയുന്നില്ല, അല്ലെങ്കിൽ മനസ്സ് തുറക്കുന്നില്ല. ഇതും പറഞ്ഞാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇന്ത്യയിലൊട്ടാകെ കരച്ചിലോട് കരച്ചിലാണ്. ഇതിൽ കൂടുതലും കരയുന്നത് ജിഹാദികളാണ് എന്നതാണ് യാഥാർത്ഥ്യം. പ്രധാനമന്ത്രി മോദിജിയുടെ നോർവേ സന്ദർശനത്തിനിടയിൽ ഇന്ത്യൻ ജനാധിപത്യത്തെയും അതുപോലെ തന്നെ ഇന്ത്യൻ മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ചോദ്യം ചെയ്തുകൊണ്ട് ഒരു നോർവേ മാധ്യമ പ്രവർത്തക മുന്നോട്ട് വന്നിരുന്നു. എന്നാൽ നമ്മുടെ പ്രധാനമന്ത്രി അത് ഗൗനിക്കാതെ, അതായത് ഈ ചോദ്യത്തെയോ മാധ്യമ പ്രവർത്തകയോ ഗൗനിക്കാതെ മറുപടി പറയാതെ വേദി വിട്ട് പോവുകയും ചെയ്തു. അപ്പോഴൊക്കെ നമ്മുടെ രാജ്യവിരുദ്ധ ക്ഷുദ്രജീവികൾ പല്ലും പൂടയും കുടഞ്ഞ് രംഗത്ത് വന്നു അലമുറയിടലായി, അതുപോലെ തന്നെ മോങ്ങലായി. അയ്യോ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി അങ്ങ് നോർവേയിൽ പോയിട്ട് നമ്മുടെ ഇന്ത്യയെ നാണം കെടുത്തി ചോദ്യങ്ങൾക്ക് മുന്നിൽ മറുപടിയില്ലാതെ മോദി വേദി വിട്ടിറങ്ങി. മോദിക്ക് ഇംഗ്ലീഷ് അറിയില്ല, എന്താണെന്ന് ചോദിച്ചത് അറിയണ്ടേ, എങ്കിലല്ലേ മറുപടി പറയൂ. ലോക രാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ ഇന്ത്യയെ നാണം കെടുത്തി എന്നൊക്കെയായിരുന്നു ജിഹാദികളുടെയും മറ്റ് ഇന്ത്യ വിരുദ്ധ ശക്തികളുടെയും മുറവിളി. എന്നാൽ മോദിയെ ഏറ്റവും കൂടുതൽ വിമർശിക്കുകയും തെറി വിളിക്കുകയും ആക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ സ്വന്തം നാടായ നമ്മുടെ കേരളത്തിൽ നിന്നും ഇതിന് ശക്തമായ ഒരു മറുപടിയുമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് കേരളത്തിലെ കോട്ടയം ജില്ലക്കാരനായ സിബി ജോർജ് എന്ന നയതന്ത്രജ്ഞൻ. മോദി ഒന്നും മിണ്ടാതെ വേദി വിട്ടിറങ്ങി ഇന്ത്യയെ നാണം കെടുത്തി, മോദിക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് നിലവിളിക്കുന്ന ജിഹാദികൾക്കും മറ്റ് ദേശവിരുദ്ധർക്കും കൂടി വേണ്ടിയാണ് സിബി ജോർജ് എന്ന നയതന്ത്രജ്ഞൻ തൻ്റെ വാർത്താ സമ്മേളനത്തിൽ കൂടി മറുപടി പറഞ്ഞത്. നമ്മുടെ ഇന്ത്യയെ, നമ്മുടെ ഭാരതത്തെ ചോദ്യം ചെയ്യാൻ ഒരുത്തനും വളർന്നിട്ടില്ല എന്നും ഞങ്ങൾക്ക് നിങ്ങളെയൊന്നും ഒരു കാര്യവും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നും വളരെ ശക്തമായും വ്യക്തമായുമാണ് ലോകരാഷ്ട്രങ്ങളോട് സിബി ജോർജ് എന്ന നയതന്ത്രജ്ഞൻ ഭാരതപുത്രൻ മറുപടി നൽകിയിരിക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നോർവേ സന്ദർശനത്തിനിടെയാണ് ജനാധിപത്യത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഇന്ത്യൻ മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും നോർവേ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യം. എന്നാൽ ഇതേക്കുറിച്ച്, ഈ ചോദ്യത്തെക്കുറിച്ച് വളരെ ശക്തമായ രീതിയിൽ തന്നെയാണ് സിബി ജോർജ് എന്ന നയതന്ത്രജ്ഞൻ മറുപടി നൽകിയത്. ഇന്ത്യയെ എന്തിനു വിശ്വസിക്കണം എന്ന ചോദ്യത്തിന് ചില അറിവില്ലാത്ത റിപ്പോർട്ടുകൾ വായിച്ചുകൊണ്ട് മാത്രം ഇന്ത്യയെക്കുറിച്ച് ഈ രീതിയിലുള്ള ചോദ്യം ചോദിക്കരുതെന്നും ഈ മാധ്യമ പ്രവർത്തകയുടെ ചോദ്യത്തിന് വ്യക്തമായ തെളിവുകളും കണക്കുകൾ നിർത്തിക്കൊണ്ടുമാണ് സിബി ജോർജ് മറുപടി പറഞ്ഞത്. ലോക ജനസംഖ്യയുടെ 1/6 ഇന്ത്യയിലാണെന്നും, എന്നാൽ ലോകത്ത് നടക്കുന്ന ഏതൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ അത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളും നമ്മുടെ ഭാരതത്തിൽ ഇല്ല എന്നും, നമ്മുടെ ഭാരതത്തിലെ ജനങ്ങൾക്ക് മൗലിക അവകാശങ്ങൾ ഉറപ്പു നൽകുന്ന ഒരു ഭരണഘടനയുണ്ടെന്നും, അഥവാ ഇനി ആർക്കെങ്കിലും എപ്പോഴെങ്കിലും മൗലിക അവകാശങ്ങൾ ഹനിക്കപ്പെടുകയാണെങ്കിൽ, ലംഘിക്കപ്പെടുകയാണെങ്കിൽ അവർക്ക് നേരെ കോടതിയെ സമീപിക്കാമെന്ന് സിബി ജോർജ് തൻ്റെ വാർത്താ സമ്മേളനത്തിൽ ലോകരാഷ്ട്രങ്ങളോട് പറഞ്ഞു. ഇവിടെ നമ്മുടെ ഭാരതത്തിൽ പുരുഷന്മാർക്കുള്ളതുപോലെ തന്നെ സ്ത്രീകൾക്കും തുല്യ അവകാശമാണ് എന്നും, ഡൽഹിയിൽ മാത്രമായി തന്നെ ഇംഗ്ലീഷിലും ഹിന്ദിയിലുമായി ഏകദേശം 200 TV ചാനലുകൾ ഉണ്ടെന്നും, പ്രാദേശിക ഭാഷയിൽ ഏകദേശം 10,000 കണക്കിന് വാർത്താ ചാനലുകൾ വേറെയുമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയുടെ വലിപ്പവും വൈവിധ്യവും മനസ്സിലാക്കാതെ ഏതെങ്കിലും വിവരദോഷികളായ NGO കൊടുക്കുന്ന വാർത്തകൾ വായിച്ച് ചോദ്യങ്ങളുമായിട്ട് ഇനി മേലാൽ വരരുതെന്നും അദ്ദേഹം ശക്തമായ ഭാഷയിൽ തന്നെ പ്രതികരിച്ചു. കൂടാതെ കോവിഡ് സമയത്ത് ഏകദേശം 150ഓളം രാജ്യങ്ങൾക്ക് വാക്സിനും ഭക്ഷണവും എത്തിച്ചു കൊടുത്ത രാജ്യമാണ് നമ്മുടെ ഭാരതം. ആ ഭാരതത്തെ ഒറ്റപ്പെട്ട ചോദ്യങ്ങൾ കൊണ്ട് തകർക്കാനാവില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നെ സിബി ജോർജ് എന്ന നയതന്ത്രജ്ഞനായ നമ്മുടെ ഭാരതപുത്രൻ എടുത്തു പറഞ്ഞ മറ്റൊരു കാര്യം, നമ്മുടെ ഭാരതത്തെക്കുറിച്ച് ഒരുത്തനെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. ഇത് തന്നെയാണ് ഇവിടെ കിടന്ന് മുറവിളിക്കുന്ന ജിഹാദികളോടും മറ്റ് പ്രബുദ്ധ മലയാളികളോടും മാധ്യമങ്ങളോടും പറയാനുള്ളത്. ആരെയും കൂടുതലായി ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. പോകുന്ന പാത ശരിയാണെങ്കിൽ, മോദി ഗുജറാത്തിൽ നിന്നും പ്രധാനമന്ത്രി പദം വരെ എത്തിയത് ഒരു മാധ്യമത്തിൻ്റെയും പിന്തുണ കൊണ്ടല്ല, നിങ്ങളുടെയൊക്കെ എതിർപ്പും വിദ്വേഷവും മറികടന്നുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇന്ന് പ്രധാനമന്ത്രി പദത്തിലേക്ക് 3ാം തവണയും എത്തിയിരിക്കുന്നത്. ഇനിയും ഭാരതീയ ജനതാ പാർട്ടിയുടെ തേരോട്ടം ഈ രീതിയിൽ തന്നെയായിരിക്കും.
മറ്റൊരു നല്ലൊരു വീഡിയോ മറ്റുടൻ വരുന്നതിൽ എല്ലാവർക്കും ജയ് ഹിന്ദ്.